എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എന്ന് വേണം പറയാൻ. 2 ദിവസം മുമ്പ് ദുബായിൽ നിന്ന് വന്ന ജസീലും 3 മാസം മുമ്പ് കപ്പലിലെ ജോലി കഴിഞ്ഞിട്ട് വന്ന എഡ്വിനും, അതായത് ലട്ടു, ഈ തിരക്കേറിയ ജീവിതത്തിനിടയ്ക്ക് ഉള്ളതുകൊണ്ട് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് അടിച്ചുപൊളിച്ച് ജീവിക്കണം എന്ന് കാണിച്ചത് നിഖിലേട്ടനും 3 പേരും എന്നോട് ഒരു കാര്യം പറഞ്ഞു, നമുക്കൊരു ചെറിയ ട്രിപ്പ് പോകണോളാണ്. അവർ 3 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷനും ഇല്ല. എല്ലാവരോട്ട് കണക്ഷനുള്ള എനിക്കാണ്. പിന്നെ ഞാൻ നടക്കുന്നതും കോർഡിനേറ്റ് ചെയ്തു. അങ്ങനെ വാട്ടർ മെട്രോയിൽ വന്നിറങ്ങി എഡ്വിനെ പിക്ക് ചെയ്തുകൊണ്ട് ഞാനും ജസീലും നിഖിലേട്ടനെ എടുക്കാൻ വേണ്ടി പള്ളിക്കരയ്ക്ക് പോയി. ഒരു യാത്ര തുടങ്ങുന്നതിന് മുമ്പ് വണ്ടിക്കുള്ളതും നമുക്കുള്ളതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം കാര്യങ്ങൾ കൂളായിട്ട് പോയിക്കോളും. അങ്ങനെ ഞങ്ങൾ കോതമംഗലം നേര്യമംഗലം വഴി മൂന്നാർക്ക് കയറി. മൂന്നാർക്ക് പോകുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, വഴിയിലൊക്കെ പണി നടക്കുകയാണ്, നോക്കി നടക്കെ പോവുക. ഞങ്ങളുടെ റൂമും കാര്യങ്ങളും നിഖിലേട്ടൻ ഓൾറെഡി ഫ്രണ്ടിനെ വിളിച്ച് ബുക്ക് ചെയ്തതുകൊണ്ട് ഞങ്ങളെല്ലായിടത്തും നിർത്തി ചായ കുടിച്ച് പതുക്കെയാണ് പോയത്. അധികം ലേറ്റ് ആവുകൊണ്ട് തന്നെ ഞങ്ങൾ റൂമിലെത്തി. ഇതാണ് ഞങ്ങളുടെ റൂം സ്റ്റേ. ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങളുടെ റൂം സ്റ്റേ. 4 പേർക്ക് സുഖമായിട്ട് അവിടെ താമസിക്കാം. റൂമിൽ ചെന്നപ്പോൾ തന്നെ നിഖി പാട്ട് വെച്ച് ഓടി തുടങ്ങി. എന്നാൽ പിന്നെ റൂമിൽ തന്നെ ഇരിക്കാതെ പുറത്തേക്ക് ഇറങ്ങി മഞ്ഞൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചപ്പോൾ മഞ്ഞില്ല. എന്നാലും അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൂള് കണ്ട പൊതുവെ ഞങ്ങൾ വെറുതെ വിടാറില്ല. എന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് പൂളിലേക്ക് ചാടാമെന്ന് നിഖി പറഞ്ഞു. പൂളിൽ ചാടാൻ നിഖി പറഞ്ഞെങ്കിലും നല്ല തണുപ്പുണ്ടായിരുന്നതുകൊണ്ട് ആദ്യമൊക്കെ നിഖി ഒന്ന് മടിഞ്ഞു. പിന്നീട് നിഖിലേട്ടനിലെ ഒറ്റബുദ്ധിക്കാരൻ ഉണർന്നു. നിഖി ചാടി. നിഖിയുടെ പുറകെ എഡ്വിനും എടുത്ത് ചാടി. അതിൻ്റെ പുറകെ ആരും ചാടിയില്ല. എനിക്ക് ഓൾറെഡി കോൾഡ് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ പിന്നെ ഇറങ്ങിയില്ല. ആദ്യം ഇറങ്ങാൻ പ്ലാൻ ചെയ്തെങ്കിലും തണുപ്പ് കൂടിയപ്പോൾ ജെസ്സിയുടെ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. നീരാട്ടെല്ലാം കണ്ട് റൂമിലെത്തിയപ്പോൾ ക്ഷീണം കാരണം നിഖി ഉറങ്ങുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ നിഖിയുടെ സെലിബ്രേഷൻ തുടർന്നുകൊണ്ടേയിരുന്നു. ബാക്കി വിശേഷങ്ങൾ നേരം വെളുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ബാക്കി വിശേഷങ്ങൾ കൂടി കാണാം.